നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം ഒരു ചെറിയൊരു ഇൻഫർമേഷൻ അതായത് ടൂൾ മേക്കേഴ്സിൻ്റെ അടുത്തും അതേപോലെ ഡിസൈനേഴ്സിൻ്റെ അടുത്തും CNC ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്തും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്നിപ്പം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആക്ച്വലി വേക്കൻസി ഉള്ള ഒരു ഇതാണ് ടൂൾ മേക്കേഴ്സ് എന്നുള്ളത്. ടൂൾ മേക്കേഴ്സ്, ടൂൾ ഡിസൈനേഴ്സ്, CNC ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലേക്ക് ഇത് മെക്കാനിക്കൽ ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാലും ടൂൾ മേക്കേഴ്സ് അല്ലെങ്കിൽ CNC ഓപ്പറേറ്റേഴ്സും ഇല്ലാണ്ട് റൺ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇഷ്ടംപോലെ ജോബ് വേക്കൻസി ഇപ്പം ഇന്ത്യയിലായി കഴിഞ്ഞാലും അബ്രോഡ് ആയി കഴിഞ്ഞാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം എല്ലാ ടൂൾ മേക്കേഴ്സിൻ്റെയും ഒരു CNC ഓപ്പറേറ്റർ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നമാണ് പുറത്ത് മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ പോകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആക്ച്വലി ജസ്റ്റ് ഒരു 1 ഇയറോ 2 ഇയറോ കഴിഞ്ഞിട്ട് നേരെ ഡയറക്റ്റ് ട്രൈ ചെയ്യുക മലേഷ്യയിലേക്കോ സിംഗപ്പൂരിലായിരിക്കും. അപ്പോൾ അത് മുതലെടുത്തിട്ട് കുറേ ഏജൻസിക്കാർ ഇപ്പം പഴയ വർഷങ്ങളായിട്ട് നടക്കുന്ന ഏജൻസികൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അതേപോലെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഏജൻസികളുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി 1800 റിങ്ങറ്റ്, 2500 റിങ്ങറ്റ്, 3000 റിങ്ങറ്റ് പ്ലസ് ഓവർ ടൈം എന്നെല്ലാം മറ്റാണ് ഇവരിവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി ഒരു കൺസൾട്ടൻസി ഫീ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ 1.25 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്, 1.5 ലക്ഷം മേടിക്കുന്നുണ്ട്, 1.75 മേടിക്കുന്നുണ്ട്. ഒരു ലക്ഷം മുതൽ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പോകുന്നുണ്ട് മുകളിലോട്ടേക്ക്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇവർ പറയുന്നത് 8 hours ഡ്യൂട്ടി പ്ലസ് 2 hours ഓവർ ടൈം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. പിന്നെ ഓവർ ടൈം 1.5 ആണെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി 8 hours ഉണ്ടാവില്ല. ചില സമയം 10 hours വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്, പ്ലസ് 2 hours എക്സ്ട്രാ OT എന്നുള്ള വർക്ക് ചെയ്യുന്ന കമ്പനിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ 1800 റിങ്ങറ്റോ അല്ലെങ്കിൽ 2500 റിങ്ങറ്റോ അല്ലെങ്കിൽ 3000 റിങ്ങറ്റോ അല്ല ഇവരവിടെ കൊടുക്കുക. അവർ ആക്ച്വലി അതിന് കുറച്ചിട്ടാണ് കൊടുക്കുക. അതിപ്പോൾ 2500 റിങ്ങറ്റിന് ഇന്ത്യൻ റുപ്പീസ് എന്ന് വെച്ചാൽ 45,000 50,000 റുപ്പീസ് അവർ. ചില കമ്പനിക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ചില ആൾക്കാർ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കില്ല. ഞങ്ങൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ 45,000 50,000 ഇന്ത്യൻ റുപ്പീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 7,000 8,000 ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും വൺ സൈഡ് മലേഷ്യയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും മലേഷ്യയിലേക്ക് പോകുക. ഇത് ഇവരെ ചതിക്കുഴിയിൽ വീണ് പോകുന്നുണ്ട് ഈ കൺസൾട്ടൻസീൻ്റെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഈ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി മെയിനായിട്ട് ഈ മാൻ പവർ കൺസൾട്ടൻസിൻ്റെ സർട്ടിഫിക്കേഷൻ, അതായത് അബ്രോഡിലേക്ക് കൊണ്ടുപോകാൻ വല്ല സർട്ടിഫിക്കേഷനോ കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആദ്യം. പിന്നെ അവർ ആ ഏജൻസിനെ പറ്റിയിട്ട് ഒരു 4 ടൂൾ മേക്കേഴ്സ്, സീനിയർ ടൂൾ മേക്കേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് പോയ അവരുടെ അടുത്തോ ഇത് അന്വേഷിക്കുക കാര്യങ്ങൾ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പാസ്പോർട്ടും അതേപോലെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഇവരുടെ അടുത്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് ആദ്യം നിങ്ങളുടെ അടുത്ത് ഒരു 50,000 രൂപ അഡ്വാൻസ് വാങ്ങിക്കും. അതും വഹിച്ചിട്ട് നിങ്ങളെ അവർ ആക്ച്വലി 3-4 മാസം നിങ്ങളെ കളിപ്പിക്കുമായിരിക്കും. അവസാനം ചില സമയം കിട്ടൂല. ഈ 50,000 വാങ്ങിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, നിങ്ങളിപ്പം ഒരു വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയച്ചു കൊടുക്കും ഒരു കമ്പനീൻ്റെ. ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് വിസ വേണ്ടേ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയച്ചു കൊടുക്കുക. അപ്പോയിൻമെൻറ്റ് വെച്ചാൽ നിങ്ങൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അങ്ങനെ കുറേ പറ്റിക്കൽ പ്രസ്ഥാനം നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് NTTF ആയി കഴിഞ്ഞാലും അത് GTTC ആയി കഴിഞ്ഞാലും എല്ലാ ടൂൾ മേക്കേഴ്സും, മെഷീനിസ്റ്റ്, CNC ഓപ്പറേറ്റേഴ്സ്, ഡിസൈനേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ചതി ഇവിടെ ഓൾറെഡി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി ചില ആൾക്കാർ ഈ ഏജൻസിയിൽ തന്നെയുള്ള ചില ആൾക്കാർ NTTFൻ്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ചില അങ്ങനത്തെ ആൾക്കാരൊന്നും ഇതുവരെ എന്താ പറയുക, NTTFൻ്റെ പേര് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് NTT ടൂൾ മേക്കേഴ്സാണ്. അപ്പോൾ NTTF ഞാൻ NTTF പഠിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി എന്തായാലും ഇതിൽ കണ്ണടച്ചിട്ട് ഇവർ പൈസ കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറേ NTTF സ്റ്റുഡൻസ് ഇതേപോലെ പൈസ കൊടുത്ത ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ അവരുടെ അടുത്ത് ഇതേപോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി ഏജൻസി കേരളത്തിലെ ഏജൻസിയാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് ഇവർ ഇതേപോലെ മോഹന വാഗ്ദാനം എന്നിട്ട് 50,000 വാങ്ങിച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. ഇതുവരെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുക എന്നല്ലാണ്ട് ഇതുവരെ വിസ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏത് ഏജൻസി ആയിക്കഴിഞ്ഞാലും, അപ്പോൾ ആരായിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു പുള്ളി ഒരു NTTF കാരനാണ്, അല്ല ഞാൻ GTTT കാരനാണ്. ഇപ്പോൾ NTTF കാരൻ്റെ അടുത്ത് പറയും ഞാൻ NTTF കാരനാണെന്ന് പറയും, GTTT കാരൻ്റെ അടുത്ത് പറയും ഞാൻ GTT കാരനാണ്, GTTCയിൽ പുള്ളീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ GTTC കാരനാണ്. അങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറേ ഏജൻസിക്കാരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഏജൻസിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതേപോലെ നിങ്ങളെ റെസ്യൂമും കാര്യങ്ങളും കൊടുക്കുക. അല്ലാത്ത പക്ഷം കൊടുക്കാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ വേക്കൻസി ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിലായിട്ടും, പല കമ്പനീൻ്റെ പേരിലും പല രീതിയിലായിട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ബാംഗ്ലൂരും അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ തന്നെ ടൂൾ മേക്കേഴ്സ് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആക്ച്വലി പോകുമ്പോൾ നമ്മളെ സീനിയേഴ്സ് ആയി കഴിഞ്ഞാൽ ഇപ്പം NDTF ആയെങ്കിൽ ഏത് ടൂൾ മേക്കേഴ്സും സീനിയേഴ്സ് ആണെങ്കിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വേക്കൻസികൾ പറയും. ഇപ്പം നമ്മൾ NDTF ഞാൻ NDTF ആണ്. അപ്പോൾ ഞാൻ NDTF നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അലൂമിനി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അലൂമിനി ഗ്രൂപ്പിൽ തന്നെ ഞങ്ങളെ സീനിയേഴ്സ് ഞങ്ങൾക്ക് റിക്വയർമെൻറ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാവരും ആ ഇതിൽ ഫോളോ ചെയ്ത് പോകുക. അല്ലാതെ ഈ ഏജൻസിക്ക് കാശും കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും, എല്ലാവരുടെ അടുത്തും ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ ചെയ്ത് ഞാൻ പാസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.